ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ഭൂരിപക്ഷ വോട്ട് കിട്ടുന്നതിനു വേണ്ടി ആണ് പദ്ധതിയിട്ടത് എന്ന് രാഷ്ട്രീയമറിയുന്ന ആർക്കും അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനതയ്ക്ക് അന്ന് തന്നെ മനസ്സിലായതാണ്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ നടത്തിയതാണ് അല്ലെങ്കിൽ നടത്താൻ ശ്രമിച്ചതാണ് എന്ന് ആരും വിചാരിക്കില്ല. അങ്ങനെ വിചാരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇവിടെ ദൈവമില്ലാത്തവരാണ് ഭരിക്കുന്നത്. ഒരിക്കൽ ഗുരുവായൂർ ദേശത്തൂടെ പോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്, ഇവിടെയാണോ കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവം ഇരിക്കുന്നത്? അതാണ് പിണറായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി. അപ്പോൾ അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നമ്മൾ ചോദിച്ചു, ഇത് സർക്കാരിൻ്റെ പരിപാടിയാണോ? അല്ല, ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ദേവസ്വം ബോർഡിൻ്റെ വാർഷികമാണ്. അപ്പോൾ ആ വാർഷികത്തിന് നടത്തുന്ന പരിപാടിയാണത്രേ. ഏതായാലും വാർഷികത്തിൻ്റെ ആ പരിപാടിയിൽ ഇപ്പോൾ അത് നടത്തിയത് ശബരിമലയിൽ പമ്പയിൽ വെച്ചാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണിയും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും അവർ പ്ലാൻ ചെയ്ത പ്രകാരം ഭൂരിപക്ഷ വോട്ട് NSS വോട്ട് അവരിലേക്ക് പകുതി അടുത്തു വരുന്ന അവസരത്തിൽ, SNDP-യും പകുതി അടുത്തു വരുന്ന അവസരത്തിൽ, അത് പാർട്ടിയുടെ നിഗമനമാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ നിഗമനമല്ല, ഏതായാലും അടുത്തു വരുന്ന അവസരത്തിൽ പോറ്റി തന്നെ ദേവസ്വം ബോർഡിന് കൊടുത്ത പണിയായിരുന്നു ഈ പറയുന്ന രീതിയിൽ സ്വർണ്ണപ്പാളികൾ കാണാനില്ല എന്നുള്ളത്. അങ്ങനെ പോറ്റി ദേവസ്വം ബോർഡുമായിട്ടുണ്ടായ അവർ തമ്മിലുള്ള തർക്കം, സ്പോൺസർമാരെ കണ്ടെത്തുന്നതിലുണ്ടായ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈർഷ്യതയുടെ ഫലമായി പോറ്റി ശബരിമല ശ്രീധർമ്മശാസ്താവിനെ പറ്റിക്കാൻ നോക്കി. സർവ പണികളും പാളി പോറ്റിക്ക് പിടിവീണു. സർവകള്ളന്മാരും, മുരാരി ബാബു തുടങ്ങിയുള്ള സർവകള്ളന്മാർക്കും പിടിവീണു. ഇപ്പോൾ ഇതാ ഒടുവിൽ ബഹുമാനപ്പെട്ട SNDP നേതാവ്, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും കൊണ്ട് കാറിൽ വന്നിറങ്ങി വേദിയിൽ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളെ കണ്ട എല്ലാ ചേഷ്ടകൾക്കും ഉത്തരമായി ഇതാ ഇന്നലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിക്കും CPM-നും ഇടതുമുന്നണിക്കും പണി പാളി. ആകെ മൊത്തത്തിൽ പണി ശബരിമല ശ്രീധർമ്മശാസ്താവ് കൊടുത്തു. ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ എങ്ങനെ, ഏത് രീതിയിൽ ഇത് പറഞ്ഞു മെഴുകണം എന്ന് വാസവനും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഗജകില്ലാടി മുഖ്യമന്ത്രി ഈ പറയുന്ന പിണറായി വിജയൻ പറയും അല്ലെങ്കിൽ പറഞ്ഞു മെഴുകാം എന്നതിൻ്റെ റിസർച്ച് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും ബുദ്ധി അല്പം കൂടുതലുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ബുദ്ധി അല്പം കൂടുതലുള്ള സഖാക്കൾ എന്ന് എടുത്തു തന്നെ പറയേണ്ടി വരും. ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെഴുകി വാരാൻ. നമുക്ക് നോക്കാം. ഏതായാലും ഈ വിഷയത്തിൽ ഇടതു ചിന്തകൻ ഷാജി പാണ്ഡ്യാലയോട് നമുക്ക് ചോദിക്കാം. ഈ കണക്കുകളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ദിവസം തങ്ങാനായി അവിടെ മുറിക്ക് കൊടുത്ത വാടക 2 ലക്ഷത്തിലധികമാണ്. ഈ 2 ലക്ഷത്തിലധികമുള്ള വാടക കൊടുത്തതിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തെല്ല അതിശയം തോന്നുന്നു. നമുക്ക് ഷാജി പാണ്ഡ്യാലയോട് ചോദിക്കാം. ഷാജി ചേട്ടാ, നമസ്കാരം. നമസ്കാരം ചേട്ടാ, ആഗോള അയ്യപ്പ സംഗമം നടത്തി ഹിന്ദു വോട്ട്, അതായത് ന്യൂനപക്ഷ സമുദായത്തിനെ ഒരു മരുമകൻ, അദ്ദേഹത്തിൻ്റെ മരുമകൻ വന്നതിൽ ന്യൂനപക്ഷ സമുദായത്തിനോട് അദ്ദേഹത്തിന് അങ്ങ് സ്നേഹം കൂടുതലായി. അത് കുറച്ച് വോട്ടൊക്കെ തട്ടി കഴിഞ്ഞ ഭരണം 2021 സമ്പാദിച്ചു കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ന്യൂനപക്ഷത്തിനെ കൊണ്ട് മാത്രം പോരാ, തനിക്ക് സുഖിക്കാൻ, തനിക്ക് സപ്രപഞ്ചക്കട്ടിലിൽ കിടക്കാൻ, ഈ ഭരണത്തിൽ ഇനിയും പോകാൻ, സുഖിക്കാനായിട്ട് അദ്ദേഹത്തിന് ഭൂരിപക്ഷത്തിനെ കൂടെ ഒന്ന് സോപ്പിടണമെന്ന് തോന്നിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, എൻ്റെ ഈവൻ്റ് കുമാരൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം, ഈവൻ്റുകളുടെ കുമാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു PM മനോജിനെ പോലെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഈ സംഭവങ്ങൾ എല്ലാവരും കൂടെ ഈവൻ്റുകളുടെ കുമാരനെ കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി. അത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞ് ജനത്തിനെ പറ്റിച്ചു. ഇപ്പോൾ അതാ ചേട്ടാ, ഒരുപാട് നീട്ടുന്നില്ല. ആ പറയുന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം കഴിയാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം അവിടെ ശബരിമലയിൽ വരുന്നതിന് ഒരു മുഖ്യമന്ത്രിക്ക് കഴിയാൻ 2.25 ലക്ഷത്തിലധികം രൂപയുടെ ചെലവ്. ചേട്ടാ, ഇതിൽ നമ്മൾ ചോദിക്കാൻ പോകുന്നത്, ഇത് അയ്യപ്പനെ സേവിക്കാനെന്ന് പൊതുജനത്തിൻ്റെ മുന്നിൽ കണ്ണിൽ പൊടിയിടുകയും ഒടുവിൽ സർവകള്ളങ്ങളും പുറത്തു വരുന്നു. ഒരു പോറ്റി മുരാരി ബാബു
ഇയാള് ഈ പറയുന്ന മന്ത്രി വാസവൻ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ ചോദിക്കുന്ന പോലെ ഇനി ഈ ഒരു ദിവസങ്ങൾ മാത്രമുള്ളതിനിടയിൽ ഇദ്ദേഹം ഇനി എന്തിനാ രാജിവെക്കുന്നത്? നാണക്കേടല്ലേ, നാണക്കേട് എന്ന് കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ, എന്താ ചേട്ടന് ഇതിൽ പറയാനുള്ളത്? നിങ്ങളുടെ ഇതിനകത്ത് ഇതിനകത്ത് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, ഇത് നമ്മളിപ്പോ അറിയുന്ന വിവരങ്ങളാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് എന്ന് ഇപ്പോ ഏതാണ്ട് റിവീൽ ചെയ്യപ്പെട്ട് നാട്ടുകാർ ഇപ്പൊ അറിഞ്ഞു തുടങ്ങി, പൂർണ്ണമായി അറിഞ്ഞു തുടങ്ങി. ഇപ്പൊ നമ്മൾ അറിയേണ്ട വിഷയം ഇതൊരു സുപ്രഭാതത്തിലാവുന്നതല്ല. ഇയാൾ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാണ്. ഈ ആണ് എന്ന് പറയുന്ന സംഭവത്തിന്റെ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എന്ന സംഭവത്തിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന രൂപങ്ങളാണ്, വസ്തുതകളാണ് ഇപ്പോ പത്രമാധ്യമങ്ങളിലൂടെയും വിഷ്വൽ മീഡിയയിലൂടെയും പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തേക്ക് വരുന്നതാവട്ടെ അത് മുഴുവൻ തന്നെ എന്താ പറയുക, അങ്ങേയറ്റം അധാർമികമായ, ഒരു മനുഷ്യൻ എന്നുള്ള സാമാന്യ ബുദ്ധിയും യുക്തിയും ഉള്ള ഒരു മനുഷ്യനും ചെയ്യാൻ, ഏത് കാലത്തായാൽ പോലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാൽ പോലും ചെയ്യാൻ മടിക്കുന്നതുമായ കാര്യങ്ങളാണ് അധികാരത്തിന്റെ ഹുങ്കും ധാർഷ്ട്യവും ഉപയോഗിച്ച് അയാൾ നിർബോധം എന്നോണം അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ അയാളെ പുത്തനായിട്ട് അറിയുന്ന ഒരു അറിവല്ല. എനിക്ക് പുത്തനായിട്ട് അറിയുന്ന ഒരു അറിവേ അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് വാസ്തവത്തിൽ ഒരു അത്ഭുതമേ തോന്നാത്തത്. കാരണം ഇയാൾ ഇങ്ങനെയാണ്. ഇതിനെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താന്ന് പറഞ്ഞാൽ, ഇയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന നാൾ തൊട്ട് ഈ 2026 ഫെബ്രുവരി മാസം 14 തീയതി വരെ ഉണ്ടായിരിക്കുന്ന കാലയളവിനകത്ത് ചെയ്തു വെച്ച മുഴുവൻ ഇത്തരത്തിലുള്ള അധാർമികങ്ങളും അസംബന്ധങ്ങളും പിന്നെ പരപീഡനങ്ങളും പിന്നെ ലൈംഗികാസക്തികളുടെ പിന്നെ പേക്കൂത്തുകൾ, ഇങ്ങനെല്ലാം വരുന്ന ഒട്ടനവധി അധാർമികളാണ്. നമ്മളിപ്പോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം കാണുന്ന പിന്നെ ഗർസിയ ഗബ്രിയേൽ മാർക്കേസിന്റെ നോവലിലെല്ലാം പോകുന്ന അത്ഭുതകരമായ ഓട്ടോക്രാറ്റിക് കഥാപാത്രങ്ങളുണ്ട്. ഈ അത്തരം കഥാപാത്രങ്ങളുടെ പിന്നെ ഒരു പ്രതിപുരുഷനായി നിൽക്കാൻ മാത്രമുള്ള ദുർവൃത്തികളുടെ ഒരു പിന്നെ വിരാട് രൂപമാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇയാൾ. അത് പറയുന്നതിന് എനിക്ക് യാതൊരു ഭയവുമില്ല. ഞാനിത് 40 കൊല്ലങ്ങൾക്ക് മുമ്പ് പരസ്യമായി കേരളം മുഴുവൻ തന്നെ പ്രസംഗിച്ച് നടന്നിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് യാതൊരു ഭയവുമില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാരം എന്താ പറഞ്ഞാൽ, പിന്നെ ഏതാണ്ട് കഴിഞ്ഞതിനപ്പുറത്തെ മാസം നമ്മുടെ പിന്നെ CMB-യിൽ ഉണ്ടായിരുന്ന, നേരത്തെ CPM-ന്റെ അകത്തെ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ഇദ്ദേഹം, പിന്നെ നേരത്തെ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി പാർട്ടി CPM സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന സഖാവ് M. ലക്ഷ്മണൻ മാസ്റ്റർ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഞാൻ ഒരു തവണ ഇതിനകത്ത് ആ പുസ്തകത്തിന്റെ പേര് ഞാൻ പരാമർശിച്ചതാണ്. ആ പരാമർശിച്ച പുസ്തകത്തിനകത്ത് പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞാല്, പിന്നെ അതിന്റെ പേജ് നമ്പർ 117, പേജ് നമ്പർ 117. അതായത് ചാപ്റ്ററിന്റെ പേരെന്നാ പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ ആൾരൂപം എന്നാണ് ആ പേജ് നമ്പറിന്റെ അകത്ത് വരുന്ന പിന്നെ എന്താ പറയാ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് അതാണ്. ഇതിനകത്ത് വരുന്ന ഒരു വിഷയം എന്താ പറയുക, 1980-81 കാലം എന്ന് പറയുന്നത് സംസ്ഥാനത്തിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്നിരിക്കുന്ന കാലയളവിനകത്ത് കേരളമെമ്പാടും തന്നെ കത്തിപ്പടർന്നിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിഷേധങ്ങൾ നടന്ന കാലമാണ്. ആ കാലത്തിനകത്ത് കെ കരുണാകരൻ മന്ത്രിസഭയ്ക്കെതിരെ വന്നിരിക്കുന്ന അതിരൂക്ഷമായ വിമർശനങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ജാഥകളും. ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ജാഥ നയിച്ചിരുന്നത് അന്നത്തെ ഏരിയ സെക്രട്ടറിയും കൂടിയായിരിക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രി പിന്നെ നയിച്ചിരിക്കുന്ന ജാഥയ്ക്ക് ഒരു ദിവസത്തെ ഉച്ചക്കത്തെ പിന്നെ ഉച്ചയൂണ് ഉൾപ്പെടെയുള്ള സ്വീകരണ പരിപാടികൾ കൊടുത്തിട്ടുള്ളത് പിന്നെ വട്ടിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ വട്ടിപ്പുറത്തുള്ള ഒരു സാധാരണ ചായക്കടക്കകത്താണ് ഊണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങി വരും, ജീപ്പിൽ നിന്ന് ഇയാൾ ഇറങ്ങി വരുന്നു. ലക്ഷ്മൺ മാഷാണ് അതിന്റെ നേതാവ് എന്നുള്ളവർക്ക്, ഏരിയ കമ്മിറ്റി അപ്പുറത്തുള്ളവർക്ക് എവിടെയാണ് ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. പറഞ്ഞതാ ഇവിടെ ഉണ്ട്, PA കുമാറിന്റെ പിടിയിൽ ഇവിടെ ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നോ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ഇയാൾ ചെയ്ത് എന്താണെന്ന് അറിയോ? ഇയാൾ ആ സ്പോട്ടിൽ അവിടുന്ന് പിന്നെ മറ്റു ജാഥാംഗങ്ങളോട് പറഞ്ഞ ആരും ഇവിടെ ഇറങ്ങേണ്ടതില്ല, നമ്മൾ കൂത്തുപറമ്പിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചോറും ഭക്ഷണം, അതായത് പിന്നെ മത്സ്യം ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന ഭക്ഷണം കഴിക്കാതെ ഇയാൾ പോവാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ സ്തബ്ധരായി പോയി. കൂത്തുപറമ്പിലെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ജാഥാനായകൻ ഒരു ഗ്രാമത്തിലെ ചായക്കടക്കകത്ത്, ഒരു ഹോട്ടലിനകത്ത് ഭക്ഷണം പാർട്ടി ഏർപ്പാടാക്കിയിരിക്കുന്ന ആ ഭക്ഷണം കഴിക്കാതെ ഇയാൾ പോകും. എന്തുകൊണ്ടും. അപ്പൊ അന്നേരം ഈ കടക്കാരൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. കടക്കാരൻ ചോദിക്കുന്നത് എല്ലാവരും ഭക്ഷണം ആരും കഴിക്കില്ലേ? കാരണം അയാൾക്ക് കാശ് കൊടുക്കേണ്ടത് ആരാണെന്ന് ലക്ഷ്മൺ മാഷാണ് കാശ് കൊടുക്കേണ്ടത്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരിക്കുന്ന ആളെന്ന നിലക്ക് അദ്ദേഹമാണ് കൊടുക്കേണ്ടത് അവിടെ. അപ്പൊ ഈ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ഇയാളുടെ കുടുംബം പട്ടിണിയാണെന്ന് മാത്രമല്ല, അത് അയാൾക്ക് ഒരിക്കലും അപരിഹാര്യമായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം അയാൾക്ക് ഉണ്ടാക്കുകയും ചെയ്യും. ലക്ഷ്മൺ മാഷ് പറഞ്ഞിരിക്കുന്ന മറുപടി ഉണ്ട്, പോയവർ പോട്ടെ, അവർക്ക് വേണ്ട എന്ന് പക്ഷേ ഞങ്ങളെല്ലാവരും കഴിക്കും എന്ന ഒരു എന്താ പറയാ അധികാരസ്വരം. ഈ അധികാരസ്വരത്തിന്റെ ഭാഗമായി ഇവർ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അയാളെ കൂടി പിന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി അയാളെ കൂടി വന്നില്ല. ഇതിനെതിരെ വ്യാപകമായ തോതിൽ പാർട്ടി കമ്മിറ്റികൾ ചർച്ച വന്നു. പാർട്ടി കമ്മിറ്റികൾ ചർച്ച വന്നതിന്റെ ഫലം എന്തായിരുന്നു അവസാനം സംഭവിച്ചെന്ന് അറിയുകള്?
ലക്ഷ്മണൻ മാഷയുടെ പാർട്ടി മെമ്പർഷിപ്പ് പോയി എന്നുള്ളതാണ്. ലക്ഷ്മണൻ മാഷ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിൽ പോലും ലക്ഷ്മണൻ മാഷയുടെ നേതൃത്വത്തിൽ അന്ന് പിന്നെ സഖാവ് ഓടങ്കി അച്യുതൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വം നടത്തിക്കുന്ന അതിശക്തമായിരിക്കുന്ന ഉൾപാർട്ടി സമരത്തിന്റെ ഭാഗമായി ഇയാളെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അങ്ങനെയാണ് ഇയാളെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. ഞാനിത് പറഞ്ഞ വിഷയം എന്താ അറിയോ, മത്തിയും ചോറ് തിന്നാൽ ഇയാൾക്ക് ഇറങ്ങില്ല. ഇയാൾക്ക് മത്തിയും ചോറ് തിന്നാൽ ഇയാൾക്ക് ഇറങ്ങില്ലേ? നെയ്മീൻ ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇറങ്ങില്ലേ? ഞാൻ തിരിച്ചാൽ ചോദിക്കുകയാണ്, എന്റെ വീടിന് ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്ന എന്റെ വീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതിൽ പിന്നീട് പാർട്ടി വർദ്ധനയ്ക്ക് ശേഷം CPIM-ന്റെയും ഒട്ടേറെ അഖിലേന്ത്യാ തലത്തിലുള്ളതും സംസ്ഥാനത്തുണ്ടാക്കുന്ന പ്രമുഖരായ നേതാക്കന്മാർ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കടന്നുറങ്ങിയിട്ടുണ്ട്. ഈ കടന്നുറങ്ങുന്ന സമയത്തെല്ലാം തന്നെ എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഭക്ഷണം ഏതായിരിക്കും? കോഴി ബിരിയാണി അവർ കൊടുത്തിട്ടുണ്ടാവോ? ഇറച്ചി കൊടുത്തിട്ടുണ്ടാവോ? ഒരു പുല്ലും കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ. കൊടുത്തിട്ടുണ്ടാവും. എന്തായിരിക്കും? സാമാന്യമായി ഈടെ ഉണ്ടായിരിക്കുന്ന മത്സ്യം ഏതാണ്? ആ മത്സ്യവും കൂട്ടിയിട്ടുള്ള ഒരു ഭക്ഷണം കൂടെ. ആ ഭക്ഷണം നിന്ന് സംതൃപ്തമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ കിടന്നുറങ്ങി യോജിച്ചിരിക്കുന്ന ആൾക്കാർ വീട്ടിൽ നിന്ന് കിടന്നുറങ്ങി യോജിച്ചിരിക്കുന്നതാണ് പാർട്ടി. അത് ഉന്നതരായിരിക്കുന്ന പാർട്ടി ലീഡർഷിപ്പ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. എനിക്കൊരു ചെറിയ ചോദ്യം ചേട്ടാ ഇത് പറയുമ്പോൾ ചോദിക്കാനുണ്ട്. അതായത് ദിവാകരൻ എന്ന CPIയുടെ നേതാവ്, നമ്മളെ തിരുവനന്തപുരത്തുള്ള ദിവാകരൻ സഖാവ് ഇദ്ദേഹത്തിന്റെ പറയുന്ന ഒരു അദ്ദേഹത്തിന് നെമ്മീൻ കഴിക്കാൻ താല്പര്യമായിട്ട് സഖാവ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ വെച്ച് കാണിച്ച ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ചേട്ടാ, അതിന്റെ തൊട്ടടുത്ത ദിവസം PR വർക്കിലൂടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കഴിച്ചത് റൊട്ടിയും വെള്ളവുമാണ്. അദ്ദേഹത്തിന്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന റൊട്ടിയും വെള്ളവും കഴിച്ചാണ്. ഞാനത് പറയാനാണ് പോകുന്നത്. ഓക്കെ ഏട്ടാ, അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന റൊട്ടി, നമ്മുടെ നാട്ടിൽ പറയുന്ന ഒറോട്ടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അരി കൊണ്ട് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒറോട്ടി എന്നാ പറയാ. റൊട്ടി അപ്പുറത്തും പറയും, ഇവിടെ നമ്മൾ പറയുമ്പോൾ ഒറോട്ടി എന്നാ പറയാ. ഈ ഒറോട്ടിയും കഴിച്ചിട്ട് പോയിരിക്കുന്നയാൾ, അതായത് കഠിന പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്ന ബാല്യം, ഈ ബാല്യകാലത്തിനകത്ത് ഇത് കഴിച്ചു വളർന്നു വന്നിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെയാവുന്നത്? ഇവിടെയാണ് ലക്ഷ്മണൻ മാസ്റ്റർ എഴുതിയിട്ടുള്ള ഇങ്കുലാവിനും ചെങ്കൊടിക്കും അപ്പുറം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത്, അതായത് പേജ് നമ്പർ 117 ഇത് വളരെ വ്യക്തമായി അത് വിശദീകരിക്കുന്നത്. ഈ ലക്ഷ്മണൻ മാഷ് ആരാണെന്ന് അറിയട്ടെ ഇതിനകത്ത്. അതും ഒരു സുപ്രധാനമായ ഇയാൾ അടിയന്തരാവസ്ഥയിൽ അടികൊണ്ടതിന്റെ ബടായി പറയുന്നുണ്ടല്ലോ ഇയാള്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന പേരാണ് ലക്ഷ്മണൻ മാഷ പേരാണ് പറയാ. ഇപ്പോഴും നിങ്ങൾ അദ്ദേഹത്തിന്റെ മനുഷ്യന്റെ ആ കയ്യിൽ നോക്കിയാൽ, വലത് കയ്യിൽ നോക്കിയാൽ എന്നറിയാം 100 വെളിച്ചെണ്ണ കൂടി ഒഴിക്കാൻ മാത്രം ഉണ്ടായിരുന്ന കുഴിയുണ്ട് അയാളുടെ കൈയുടെ മേലെ. അതുപോലെ തന്നെ കാലിലെടുത്ത് വലത് കാലിനകത്ത് അത്രയും ആഴത്തിലുള്ള മുറിവുകൾ പറ്റിയിരിക്കുന്ന ആളാണ്. ഭാഗ്യം വന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും കൊണ്ടും മാത്രം രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. അന്നാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ലക്ഷ്മണൻ മാഷ്. നാട്ടുകാരായിരിക്കുന്ന ആളുകൾ പണം പിരിച്ചിട്ടാണ് ഈ പറയുന്ന ഈ മനുഷ്യനെ ചികിത്സിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തത്. അത്രയേറെ സമരപാരമ്പര്യം ഉണ്ടായിരിക്കുന്ന ഒരാളെ പരിഗണിക്കുക പോലും ചെയ്യാതെ എനിക്ക് കിട്ടേണ്ടിയിരിക്കുന്ന മത്സ്യക്കറിയും എനിക്ക് കിട്ടേണ്ടിയിരിക്കുന്ന സംഭവം വിഭവസമൃദ്ധമായിരിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അവിടെ ഇറങ്ങേണ്ടതില്ല, ജാഥ വിളിക്കുന്ന പരിപാടി നടത്തുന്ന ഒരാൾ എങ്ങനെയാണ് അയാൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാവുന്നത്? എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാവുന്നത്? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, എന്റെ വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ ഭക്ഷണം കഴിച്ചു പോയിരിക്കുന്ന വീടാണെന്നത്. ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ആർക്കും ഈ കോഴി ബിരിയാണിയോ അല്ലെങ്കിൽ കോഴി ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം ഒന്നും കൊടുക്കാറില്ല. സാധാരണ കിട്ടാവുന്ന മത്സ്യം എന്താണോ ആ മത്സ്യമാണ് നമ്മൾ കൊടുക്കുക. പക്ഷെ അത് പകരം നമ്മൾക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ മനസ്സ് മുഴുവൻ തന്നെ പ്രതികാര ചിന്തയും ആസക്തിയുമാണ് നിങ്ങളുടെ മനസ്സിനകത്തുള്ളത്. ഈ പ്രതികാര ചിന്തയും ആസക്തിയുള്ള ഒരാളെയാണ് നമ്മൾ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ഈ അധമനായിരിക്കുന്ന ഇയാൾ എന്ത് ചെയ്തറിയോ? ഒരു ശബരിമലയുടെ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തെ രാത്രി കിടന്നുറങ്ങാൻ കട്ടിൽ വാങ്ങുമ്പോൾ 2.5 ലക്ഷം ഉറുപ്പിയോ? എന്താണ് അയ്യപ്പദാസ ഇത്? എന്താണിത്? അത് മാത്രമല്ല, അതിൽ ആ താമസിച്ചിരിക്കുന്ന ഹോട്ടലിനകത്ത് നടന്ന ഒരാൾ ഇടനാഴിക്കകത്ത് റെഡ് കാർപ്പറ്റ് വിരിച്ചു. ഈ റെഡ് കാർപ്പറ്റ് വിരിക്കുമ്പോൾ ഇയാൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇതിന് കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന CPM-ന്റെ നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയിരിക്കുന്ന സമരനായകരാരാ? അയ്യപ്പദാസെ ഒറ്റ പേരേ ഉള്ളൂ. ആരാന്ന് പറയുന്നത്? അതിന്റെ പേരാണ് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുന്ന ഹോച്ചിമീൻ അങ്കിൾ ഹോ. 2 സാമ്രാജ്യങ്ങൾക്കെതിരായിട്ടാണ് യുദ്ധം. 50 വർഷക്കാലം 2 സാമ്രാജ്യങ്ങൾക്കെതിരെ, ഫ്രഞ്ച് സാമ്രാജ്യത്തിലേക്കും അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായിട്ട് ധീരമായി യുദ്ധം നയിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി നാട്ടിയിരിക്കുന്ന അങ്കിൾ ഹോ എന്ന് വിളിക്കുന്ന കുട്ടികൾ, അങ്കിൾ ഹോ എന്ന് വിളിക്കുന്ന വിയറ്റ്നാമിന്റെ വീരനായകൻ ഹോച്ചിമീൻ. എന്റെ പോലെ ഊഷാ താടിയും വെച്ച് ഒരു നല്ല കാറ്റ് വന്നാൽ പറന്നു പോകുന്ന മനുഷ്യൻ, കാറ്റ് വന്നാൽ പറന്നു പോകുന്ന മനുഷ്യൻ. അന്നാണ് ലോകത്തിൽ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു വലിയൊരു ആർമി ഉണ്ടാക്കി. ഏതായി ആർമി എന്ന് പറയുന്നത്? ആർമി പറയുമ്പോൾ ഒരു കുഴപ്പമില്ല. ആ ആർമിയുടെ പേരാണ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആർമി. അറിയോ നിങ്ങള്?
വേശ്യകൾ എന്ന് വേണമെങ്കിൽ അങ്ങനെ വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അവരെ കൊണ്ടുണ്ടാക്കിയ ഒരു ആർമി ഉണ്ടാക്കി. എന്തിനാണെന്നറിയോ? ആർമി ഉണ്ടാക്കിയത് സ്വന്തം രാജ്യത്തെ സാമ്രാജ്യ ശക്തികളിൽ നിന്ന് എന്താ പറയാ അവരെ പരാജയപ്പെടുത്തുന്നതിന് അമേരിക്കൻ പട്ടാളക്കാരുടെ കൂടെ പോയി കിടന്നിട്ട് അതിന് രഹസ്യങ്ങൾ ചോർത്തുന്ന ആർമി ഉണ്ടാക്കിയിരുന്നു ഈ പറഞ്ഞ വിയറ്റ്നാമില്. അങ്ങനെയാണ് വാസ്തവത്തിൽ എന്താ പറയുക, വിയറ്റ്നാമിലെ പട്ടാളക്കാർ പറയുന്ന ഒരു സാധനം ഉണ്ടാണ്. ലോകത്തിൽ ആരെ വിശ്വസിച്ചാൽ പോലും ഈ വിയറ്റ്നാമിലെ സ്ത്രീകളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷേപവാചമുള്ള കമന്റ് ഉണ്ട് ഇതിനകത്ത്. ഈ പറയുന്ന വിജയിച്ച് കഴിഞ്ഞ ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും കൂടുതൽ ബഹുമാനം ഉണ്ടായിരുന്ന ആളും കൂടിയാണ് ഈ പറയുന്ന അങ്കിൾ ഹോച്ചിമിൻ. അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിലേക്ക് നെഹ്റു ക്ഷണിച്ചിട്ട് ഇന്ത്യയിൽ വരുന്നുണ്ട്. ഡൽഹിയിൽ വന്ന് പാലം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു. പാലം വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തോട് ഉണ്ടായിരിക്കുന്ന ആദര സൂചകമായി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആദര സൂചകമായി പാലം വിമാനത്താവളത്തിൽ അശോക ഹോട്ടൽ താമസിക്കുന്ന അശോക ഹോട്ടൽ വരെയുള്ള ഭാഗത്തേക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് കാർപ്പറ്റ് വിരിച്ചു കൊടുത്തപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ഹോച്ചിമിൻ ചോദിക്കുന്നത് എന്താണ് ഈ സംഭവം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് നടന്നു പോകാനുള്ള വഴിയാണ്, അതിനുള്ള കാർപ്പറ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുകള്? അദ്ദേഹം പറഞ്ഞത് പിന്നെ വിയറ്റ്നാമിലെ കാടുകൾക്കകത്ത് പോരാട്ടത്തിന്റെ നാടുകളിൽ ഞാനിതൊന്നുമില്ലാതെ സ്വന്തം നഗ്നപാതനായി ഞാൻ നടന്നിട്ടുണ്ട്. ആ പല ഘട്ടങ്ങളിലും എന്റെ ശരീരം കുടുംബത്തിനെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. പിറകിൽ അടികൊള്ളുന്ന സമയത്തും എന്റെ മനസ്സ് സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ഭൂമിയിലേക്ക് പറന്നുയരുകയായിരുന്നു. കവിത എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വിവാദം ഉണ്ടാക്കിയ സച്ചിദാനന്ദനാണ് ഹോച്ചിമിന്റെ തടവറ കവിതകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു കൊടുത്തത്. ഈ പറയുന്ന മുഖ്യമന്ത്രി ഇതൊക്കെ കാണണം. താൻ താമസിക്കുന്ന വീടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാരുടെ ചെലവിൽ അവിടെ ഒരു മുഖ്യമന്ത്രി, അതും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ ബി എസ് അച്യുതാനന്ദനെ പിറകിൽ നിന്ന് കുത്തി വളർത്തിയിട്ട് അധികാരം പിടിച്ചെടുത്തിട്ട് ഇത്തിക്കണ്ണി പോലെ കൂടിയിട്ട് ഇതിനകത്ത് കാർപ്പറ്റ് വിരിക്കുക 15,000 രൂപ 20,000 രൂപ ഒറ്റയാണ്. അത് മാത്രമോ, കട്ടിൽ കാണാനില്ല, കിടക്ക കാണാനില്ല, ഈ കാർപ്പറ്റ് കാണാനില്ല. ഇതിനർത്ഥം ചേട്ടാ ഞാനൊന്ന് ഇടപെടുകയാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്. ചേട്ടാ, ഈ ഹിന്ദു വോട്ടിന് വേണ്ടി അദ്ദേഹം കാണിച്ചു ഒരു വലിയ സാമുദായിക നേതാവ് 90 പിന്നിട്ട വെള്ളാപ്പള്ളി നടേശനെയും കൊണ്ട് അദ്ദേഹം വാഹനത്തിൽ വന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന വോട്ട് എന്ന ലക്ഷ്യവുമായി, വീണ്ടും ഒരു ഭരണം സുഖിക്കാൻ എന്ന ലക്ഷ്യവുമായി അദ്ദേഹം ഇറങ്ങിയിട്ട് അത് പരാജയപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മൾ പറയേണ്ടി വരുന്നതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കണോ, അല്ലെങ്കിൽ ഇനി വരുന്ന ഈ മാസവും കൂടെ ജനം അദ്ദേഹത്തെ സഹിക്കണോ എന്ന് തോന്നി രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടതല്ലേ? അതുകൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട്, സമയപരിമിതി മൂലം ഞാനിത് ഇടപെടുന്നു, നമുക്കിത് സംസാരം അവസാനിപ്പിക്കാം. രാജിവെച്ച് പോകേണ്ടതല്ല, അത് കെ സി വേണുഗോപാൽ പറയുന്നതാണ് അതിന് ഏറ്റവും കറക്റ്റ് ആയിരിക്കുന്നത്. അതാണ് ഞാൻ ചേട്ടനോട് ഞാൻ അറിയാതെ പുഴുത്ത് നാറണം. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കാര്യമുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരധികാരവും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന നീചപ്രവൃത്തികളും ചെയ്ത് കേരളത്തെ മുഴുവൻ തന്നെ പ്ലണ്ടർ ആൻഡ് ലൂട്ടനിങ് നടത്തി സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹ്യവും വ്യക്തിപരവുമായ മേഖല സർവ്വതും നശിപ്പിച്ചിരിക്കുന്ന ഒരാളാണ് കൊല്ലം MP ആയിട്ടുള്ള പിന്നെ സഖാവ് NK പ്രേമേന്ദ്രൻ. ഇദ്ദേഹം വിളിച്ചിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഇല്ലേ? ഓർക്കുന്നില്ലേ? തീർച്ചയായിട്ടും പ്രയോഗം അന്വർത്ഥമാക്കുന്ന രീതിയിൽ തിരിച്ചു വിളിക്കേണ്ടത് ആരെയാണ്? വാസ്തവത്തിന് ആരെയാണ് വിളിക്കേണ്ടത്? അത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിക്കണം. എന്നിട്ട് പറയണം, അതിന്റെ കൂടെ പരയുടെ കൂടെ മാ കൂടി കൂട്ടണം. പര എന്ന വാക്കിന്റെ കൂടെ, അത് അക്ഷരത്തിന്റെ കൂടെ മാ കൂടി കൂട്ടണം. എന്നിട്ട് പറയണം, ഇറങ്ങി പോടാ എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് പറയണം. ഇത് ഈ 2026 ഇലക്ഷനിൽ അത് പറഞ്ഞിരിക്കും. കേരളം അത് പറഞ്ഞിരിക്കും. നാട്ടിലെ ജനങ്ങളെ മുഴുവൻ തന്നെ സ്പർദ്ധയുണ്ടാക്കി തമ്മിലെടുപ്പിച്ച് തന്റെ അധികാരവും ഈ അധികാര പ്രയോഗത്തിലെ നാട്ടുകാരെ ഭരിക്കാൻ പ്ലണ്ടർ ലൂട്ടർ. ശരിക്കും നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഇതിന് ഏറ്റവും മാരകമായ വിഷയം വെച്ചാൽ ഫ്രഞ്ച് റവല്യൂഷന്റെ കാലത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന രാജ്യം പോലും പറയാതിരിക്കുന്ന നാണക്കടല്ലേ വാസ്തവത്തിൽ ഇയാൾ ഉണ്ടാക്കി വെച്ചത്. ഇത്രമാത്രം ഭയാനകമായ രീതി എങ്ങനെയാണ് ഒരു കേരളത്തിനകത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം ഇത്രയേറെ വേരോട്ടമുള്ള ഒരു സ്ഥലത്തിനകത്ത് ഇത്ര മൃഗീയമായി ഇത് നടത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? അവിടെയാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ എന്ന് പറയുന്നത് ഇവരുടെ വാസ്തവത്തിൽ രാഷ്ട്രീയ ഷണ്ഡത്വം ബാധിച്ചിരിക്കുന്ന ആൾക്കാരെ, രാഷ്ട്രീയ ഷണ്ഡത്വം ബാധിച്ചിരിക്കുന്ന ആളുകളാണ് ഇവരെന്ന് ആക്ഷേപിക്കേണ്ടി വരുന്നത്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ ഈ പറയുന്ന വലിയ കാലയളവിലൊന്നും കാത്തു തീർക്കേണ്ടത് ഒരു ആവശ്യം ഉണ്ടാവില്ല. അതിനിടയിൽ തന്നെ ഇതെല്ലാം തന്നെ സംഭവിക്കുകയും ചെയ്യും. അവിടെ സ്വന്തം നാട് പിണറായി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിനകത്ത് എത്രമാത്രം വൃത്തികേടുകൾ, എത്രമാത്രം അധാർമികത കണ്ണൂർ ജില്ലയിൽ നടത്തിയിരിക്കുക, എത്രമാത്രം അധാർമികത, ഈ അധാർമികത മുഴുവൻ കേരളത്തിലേക്ക് നടത്തുകയും അതുകൊണ്ട് തന്നെയാണ് പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഫണ്ട് എവിടെ മിസ്റ്റർ അയ്യപ്പദാസ്? അതിന്റെ കണക്ക് എവിടെ അയ്യപ്പദാസ്? 2 പ്രളയ ദുരിതാശ്വാസത്തിന്റെ കണക്ക് കാണാനില്ല. പയ്യന്നൂർ രക്തസാക്ഷിയുടെ 2 രക്തസാക്ഷിയുടെ ഫണ്ട് കാണാനില്ല.
ഇതൊന്നും കാണാനില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയും സംഭവിക്കുന്ന വിഷയം എന്താണ്? ഒന്നിനും കണക്കില്ല. ഈ കണക്കില്ലായ്മ എന്ന് പറഞ്ഞാൽ ഈ കണക്ക് ഇത് എടുത്തു കൊടുക്കുന്നത് ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പണമല്ലേ? അപ്പൊ ഇത് മുഴുവൻ ഇങ്ങനെ കൊള്ളയടിക്കുക എന്ന് പറയുമ്പോൾ തന്റെ പിന്നെ അധീനതയിൽ വരുന്ന എല്ലാ സംഭവവും തനിക്കെടുത്തു കുരങ്ങന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സാധനം പോലെയായി ഈ കേരളത്തിലെ സമ്പദ്ഘടനയെ മാറ്റിയിരിക്കുന്ന ഒരാൾക്കെതിരെ തീർച്ചയായും അതിന് ഇയാൾ ഈ ജാതിയുടെയോ മതത്തിന്റെയോ വിഷയം പറഞ്ഞ് ഒരു തരത്തിൽ ഏതെല്ലാം തരത്തിൽ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും പൊതുജനത്തിന്റെ ഒരു പൊതുവികാരമുണ്ട്. ആ പൊതുവികാരം എന്താണെന്ന് പറയോ? അത് ഇയാൾക്ക് പ്രത്യേകിച്ചും ഇയാൾക്കെതിരാണ്. അത് ഈ മുന്നണി സംവിധാനത്തിനെതിരാണ്. പിന്നെ ഇതിനെല്ലാം തന്നെ കൂട്ടുതൽ കരുതുന്ന അവസരം ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഇതിനകത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന വിഷയമില്ലേ, സീനിവാരൻ സഖാവ് പറഞ്ഞിരിക്കുന്ന ചൂരമീന്റെ വിഷയം, ആ ചൂരമീന്റെ വിഷയം പറഞ്ഞിരുന്നത് GR അനിൽകുമാർ എന്ന് പറയുന്ന ഇതിനകത്ത് മന്ത്രി ഒരു എതിരഭിപ്രായം പറഞ്ഞു. പ്രായത്തിന്റെ ഇതുകൊണ്ട് പറഞ്ഞതാണ്. അതിന്റെ ആ അർത്ഥത്തിൽ കണ്ടാവിത് GR അനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് എന്ന് GR അനിൽ ആദ്യം അത് മറന്നു പോകരുത്. വിധേയത്വം കാണിക്കുന്നത് ഉളുപ്പില്ലായ്മയല്ല, മിസ്റ്റർ അനിൽ ഈ വിധേയത്വം കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തറിയാം അയാളെ? നിങ്ങൾ ഈ GR അനിൽകുമാർ പിണറായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ഹുയിസി എന്ന് ചോദിച്ചു നോക്ക്. അവര് നിങ്ങൾക്ക് പറയുന്ന ഒരു മറുപടിയുണ്ട്. നിങ്ങൾക്ക് ഈ സീനിവാരൻ സഖാവ് പറഞ്ഞത് എന്താണ്? അയാൾ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യം. ഇതിനേക്കാൾ അത്ഭുതപ്പെടുന്ന കഥ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടായിരുന്ന കാലത്തല്ല, ഞാൻ കുഞ്ഞായിരിക്കുന്ന കാലത്ത് എന്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്ന ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ ഇതേ മീനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്താ പറഞ്ഞാൽ ഒരാളോടുള്ള വിധേയത്വം കാണിക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. മറിച്ച് തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലതവണ ആവർത്തിക്കുന്നതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫണ്ട് വരുന്നത് ഇവിടെ നിന്നാണ് എന്ന് പൊതുജനങ്ങളോട് പറയാൻ ധൈര്യമുണ്ടോ എന്ന് മഹാത്മാഗാന്ധി ചോദിച്ചപ്പോ ഞങ്ങൾക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കണക്ക് കാണിച്ചു കൊടുക്കാൻ മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ കണക്ക് നിവർത്തി വെച്ച് നിർത്തുവാനാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അയക്കുന്ന സഖാവ് PC ജോഷി ബോംബെ ഹെഡ്ക്വാർട്ടറിൽ വെച്ച് 2 മാസക്കാലത്തോളം സുദീർഘമായി 2 മാസക്കാലത്തോളം കണക്കുകൾ പരിശോധിച്ച് ആ പരിശോധന അടിസ്ഥാനത്തിൽ കണക്കുകൾ 100% പെർഫെക്റ്റ് ആണ് എന്നും ഇത് മാതൃകാപരമായിരിക്കുന്ന കണക്കാണ് എന്ന് മഹാത്മാഗാന്ധി രേഖപ്പെടുത്തിയിരിക്കുന്ന പാരമ്പര്യമുള്ള പാർട്ടിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൈതൃകം, അതാണ് പാരമ്പര്യം, അതാണ്. അതല്ലാതെ രക്തസാക്ഷി ഫണ്ട് മുക്കലും അയ്യപ്പന്റെ പേര് പറഞ്ഞ് 2.5 ലക്ഷത്തിന്റെ കട്ടിന് ഒരു നേരത്തെ ഉറക്കത്തിന് വേണ്ടി വാങ്ങുന്നില്ല. ഇതെന്താണെന്നറിയോ? ഇത് വാസ്തവത്തിൽ എന്താണ്? ഞാൻ നിങ്ങൾ പുറത്തോ മറ്റോ എവിടെയോ പോയിട്ട് ഒരു ദിവസം മറ്റു സാധനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചിട്ട് അത് കണക്ക് എടുത്തതുപോലത്തെ പണിയാണ് വാസ്തവത്തിൽ ഇത് എടുത്തത്. അവിടെ ഇതിനെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു ദുരധികാര പ്രയോഗത്തിന് എതിരായി വരുന്ന ഒരു വലിയ ഒരു എന്താ പറയാ ജനവിധി തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെയാണ് മിസ്റ്റർ അയ്യപ്പദാസ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, ഇയാള് ഇതുവരെ കാണാതിരിക്കുന്ന ഒരാളെ റിവീൽ ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ചേട്ടാ, അപ്പോ പരമനാറി ഇറങ്ങിപ്പോടാ എന്ന് ജനം പറഞ്ഞു കഴിഞ്ഞോ? അതെ, എങ്ങനെയാണ് അതിന്റെ അവസാനം? അത് കൃത്യമായി ജനം പറയുകയാണ്. കൃത്യമായി ജനം പറയാണ്, ഇറങ്ങിപ്പോടാ ഇങ്ങളി പറഞ്ഞിരിക്കുന്ന സാധനം അതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പിന്നെ NK പ്രേമേന്ദ്രനായിട്ട് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറയൂ? ഒരാൾ പറയൂ? ഇന്ത്യൻ പാർലമെന്റിനകത്ത് സർവ്വ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും സർവ്വ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഒരുപോലെ സ്വീകാരനായിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ആ മനുഷ്യനാണ് ഇയാൾ ആക്ഷേപിച്ചത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയം എന്താ പറഞ്ഞാൽ അത്രമാത്രം അതായത് വെറുപ്പ്, പക, പരിഹാസം, പുച്ഛം ഇതെല്ലാം ചേർന്നിരിക്കുന്ന നൃശംസ രാക്ഷസീയമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് മാത്രമേ ഈ പദം വരൂ. അതുകൊണ്ടാണ് അമ്പൂരിയിൽ നിന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതായിരിക്കും എടുത്തത്. അമ്പൂരിയിൽ നിന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞ് ആ പെൺകുട്ടിയെ കൊണ്ട് കളവ് പറയിപ്പിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷാജേട്ടാ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഷാജേട്ടാ, നമുക്ക് തുടർന്ന് വിരിക്കാം. അപ്പോ നന്ദി, താങ്ക് യു.